തപാൽ വോട്ടുകളിൽ ഇപ്പോൾ മുൻതൂക്കമുണ്ട്. തപാൽ വോട്ടുകൾ കണക്കാക്കിയിട്ട് നിൽക്കുകയാണ്. ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ അങ്ങനെയാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും BJP 8, കോൺഗ്രസ് 9 എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഒഫീഷ്യൽ കണക്ക്. BJP 8 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു, കോൺഗ്രസ് 9 എടുത്ത്. അതിന്റെ ആത്യന്തികമായ ഫൈനൽ റിസൾട്ട് വരുമ്പോഴേക്കും കോൺഗ്രസ് ബഹുദൂരം മുന്നിലേക്ക് പോകുമെന്ന് അറിയില്ല. എക്സിറ്റ് പോളുകൾ ഹരിയാനയിൽ മാറ്റം 12-19, BJP 12, കോൺഗ്രസ് 19, ഹരിയാനയിൽ BJP 12, കോൺഗ്രസ് 19, JJP 1, INLD 2, മറ്റുള്ളവർ 2. ഓക്കെ, അപ്പൊ ഇനി ജമ്മു കാശ്മീരിലേക്ക് ഇന്ത്യ സഖ്യം 6, BJP 3, മറ്റുള്ളവർ 1. ഇന്ത്യ സഖ്യം 9, BJP 5, PDP 1, ഇന്ത്യ സഖ്യം 9, BJP 5, PDP 1 കാശ്മീരിൽ, മറ്റുള്ളവർ 2. അവിടെയും കാര്യങ്ങൾ മാറുന്നു. നമ്മുടെ പ്രതീക്ഷ പോലെയല്ല, അടുത്ത പോരാട്ടം. ഇന്ത്യ സഖ്യം ലീഡ് ഉണ്ട് അവിടെ 9 സീറ്റുകളിലേക്ക് ഇപ്പോൾ ഇന്ത്യ സഖ്യം ലീഡ് ചെയ്യുന്നു ജമ്മു കാശ്മീരിൽ. അതുപോലെ ഹരിയാനയിലേക്ക് പോയാൽ കോൺഗ്രസ് 19 ഇടങ്ങളിൽ ലീഡ് ചെയ്യുന്നു. 19 BJP 12 എടുത്ത ഹരിയാന മാറുന്നേ. 29 കോൺഗ്രസ് ഹരിയാനയിൽ 29 ഇടങ്ങൾ ലീഡ് ചെയ്യുന്നു. BJP ബഹുദൂരം പിന്നിലാക്കുന്ന പല സൂചനകൾ വരുന്നു. കോൺഗ്രസ് 29 ഇടങ്ങളിൽ ലീഡ് ചെയ്യുന്നു. JJP 1, INLD 2, മറ്റുള്ളവർ 1. ഹരിയാനയിൽ കോൺഗ്രസിന് മുന്നൂക്കം. ഹരിയാന പിന്നെ മാറുന്നുണ്ട്. ഹരിയാനയിൽ മാറിമറികൾ. ഹരിയാനയിലേക്ക് BJP 19, കോൺഗ്രസ് 32, JJP 1, INLD 2, മറ്റുള്ളവർ 2. അപ്പോ കോൺഗ്രസിന് 32 സീറ്റുകളിൽ ഹരിയാനയിൽ മുൻതൂക്കം ലഭിക്കുന്നതായി പല സൂചനകൾ വരുന്നു. ഇത് തീർച്ചയായിട്ടും നമുക്ക് ഇത് ഒരു അൾട്ടിമേറ്റ് റിസൾട്ടായി കാണാൻ കഴിയില്ല. BJP 19 ഇടങ്ങളിൽ ചുരുങ്ങുന്നു അല്ലെ? 19 ഇടങ്ങളിൽ 32. തപാൽ വോട്ട് എണ്ണി കഴിഞ്ഞിട്ടുണ്ടാവില്ല. 8:15 ആവുന്നതേ ഉള്ളൂ. തപാൽ വോട്ട് എണ്ണുമ്പോൾ ഹരിയാന ആശ്വസിക്കാൻ മഴയുണ്ടോ? എന്തായാലും ജനാധിപത്യം ജയിച്ചു. കൊട നിവർത്തണോ? കൊട നിവർത്താം. കൊട നമ്മൾ നിവർത്തുന്നു. കൊടയടിക്കാൻ സമയമായി. വടി ആർക്ക് കൊടുക്കും? കൊല്ലങ്ങളായിട്ട് കുടുംബ പാരമ്പര്യമായിട്ട് വടി കൊണ്ടു നടന്നവരാണ് പഴയ തലമുറയിൽ. ഒന്നിച്ച് ഇന്ത്യ സഖ്യം BJP PDP മറ്റുള്ളവർ. ഇനി ഹരിയാനയിലെ കൊട്ടപ്പോക്ക് BJP കോൺഗ്രസ് JJP ഇന്ത്യ ചന്തയിൽ പോയി നല്ല പറയാതിരിക്കാൻ പറ്റത്തില്ല. ഹരിയാനയിലെ ആദ്യത്തെ ആ കോൺഗ്രസിന്റെ മുട്ടുപറക്കൽ മാറിയെന്ന് തോന്നുന്നു. മുട്ടുപറക്കൽ മാറി കോൺഗ്രസ് എക്സിറ്റ് പോൾ പറയുന്നത് പോലെ കോൺഗ്രസ് 32. അതായത് 46 എസ്കേനോട് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. ഇപ്പോൾ തന്നെ ആദ്യ 15 മിനിറ്റ് ആകുമ്പോൾ തന്നെ കോൺഗ്രസ് 32 ലീഡ് ഉണ്ട്. അപ്പൊ 14 സീറ്റോടെ ലീഡ് നേടിയാൽ 46 കിട്ടിയ രക്ഷപ്പെട്ടു.